ഒരിക്കൽ ഒരു കല്യാണാലോചന CPM-ൻ്റെ കാര്യവുമായി ബന്ധപ്പെട്ടാണ് ഞാൻ പറയുന്നത്. ആലോചന നടന്നിട്ട് പെണ്ണ് വീട്ടുകാർ ചെറുക്കൻ്റെ വീട്ടിലെത്തി. ചെറുക്കനും പെണ്ണും തമ്മിലൊരു ഇഷ്ടത്തിലായിരുന്നു. അങ്ങനെ പെണ്ണ് ഇഷ്ടം പറഞ്ഞപ്പോൾ എന്നാൽ ചെക്കൻ്റെ വീട്ടിൽ പോയി സംസാരിച്ചേക്കാം എന്ന് പറഞ്ഞ് വന്നതാണ് പെണ്ണ് വീട്ടുകാർ. സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ചോദിച്ചു, അപ്പോൾ ചെക്കൻ എന്താ ചെയ്യുന്നത്? ചെക്കൻ DYFIയുടെ യൂണിറ്റ് സെക്രട്ടറിയാണ് എന്ന് പറഞ്ഞാൽ ഒരു തമാശയാവാം, കാര്യമാവാം, എന്തും ആവാം. അപ്പോൾ DYFIയുടെ യൂണിറ്റ് സെക്രട്ടറി എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ CPM-ൻ്റെ ബ്രാഞ്ച് സെക്രട്ടറി എന്ന് പറഞ്ഞാൽ ഒരു ജോലിയാണോ എന്ന് ചോദിക്കുന്നവരുണ്ട്. ഒരു പാർട്ടി പ്രവർത്തനം DYFI ആട്ടെ, കോൺഗ്രസ് ആട്ടെ, BJP ആട്ടെ, ഒരു സാമൂഹിക പ്രവർത്തനം കൂടിയാണല്ലോ. ഒരു പ്രൊഫഷണൽ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് നമുക്ക് കേട്ടില്ല. ഇപ്പോൾ പ്രൊഫഷനാണ് ഇപ്പോൾ പൊളിറ്റിക്സ്, സത്യമാണ്. എല്ലാവരും ഉപജീവന മാർഗ്ഗമാണ്. എല്ലാവരും വരുന്നത് നാട് നന്നാക്കാനൊന്നുമില്ല, മന്ത്രിയാവാനും MLA ആവാനും MP ആവാനും ചുരുങ്ങിയ പക്ഷം പഞ്ചായത്ത് മെമ്പറെങ്കിലും ആവാനാണ്. അങ്ങനെ ആ രാഷ്ട്രീയം മാറിയിട്ടുണ്ട്. പക്ഷേ CPM-ൻ്റെ പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞപ്പോൾ പാർട്ടി ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നു പ്രൊഫഷണൽ വിപ്ലവകാരികളെ. വിപ്ലവം എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ ആന്തരിക ചോദനയുടെ ഭാഗമായി സമൂഹത്തിൽ നിലനിൽക്കുന്ന അനീതികളും ചൂഷണങ്ങളും അസമത്വങ്ങളും ഒക്കെ കണ്ട് അവൻ്റെ തിളച്ചു മറിയുമ്പോൾ ഉരുൾപൊട്ടൽ പോലെ പുറത്തേക്ക് വരേണ്ട ഒരു സംഗതിയാണ് വിപ്ലവം. അതിനെ ഒരു പ്രൊഫഷനാക്കി മാറ്റാൻ പറ്റുമോ? ശമ്പളം കൊടുത്ത് വിപ്ലവകാരികളെ നിയമിക്കാൻ പറ്റുമോ? അതിൻ്റെ അകത്ത് ഈ പറഞ്ഞു വന്നപ്പോൾ 2-3 കാര്യങ്ങളും മനസ്സിൽ വന്നു. ഒന്നാമത്തത് പൊന്മാൻ എന്ന് പറഞ്ഞ സിനിമ. അതിൽ മറ്റേ പുര നിറഞ്ഞു നിൽക്കുന്ന ആ പെൺകുട്ടിയുടെ സഹോദരൻ സഖാവാണല്ലോ. അപ്പോൾ ശരിയാണ്, പാർട്ടി സഹായിക്കും എന്ന് പറഞ്ഞ കല്യാണത്തിന് പാർട്ടി സഹായിക്കും എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന സഹായിക്കുന്നില്ലല്ലോ. പാർട്ടി സഹായിക്കുന്നില്ല, നീ ഒന്നും പ്രതീക്ഷിക്കണ്ട, ഇത്തവണ ഒന്നും കിട്ടില്ലെന്ന് പറഞ്ഞ് ലോക്കൽ സെക്രട്ടറി. കാരണം നീ മറ്റേ പള്ളിയില് ആക്രമണം നടത്തി, അതുകൊണ്ട് പാർട്ടി സഹായിക്കില്ല എന്ന് സെക്രട്ടറി പറയുന്നുണ്ട്. പിന്നെ എന്താ ജോലി എന്ന് അതിൽ ഈ സഖാവിനോട് ചോദിക്കുമ്പോൾ ഞാൻ പാർട്ടിയിലാണ്. ശരിയാണ്, പാർട്ടിയിലാണ്. ഞാൻ എന്താ പണി, ഞാൻ പാർട്ടിയിലാണ്. ശരിയാണ്, ഞാനത് മറന്നുപോയി കേട്ടോ. അതിലങ്ങനെ പറയുന്നുണ്ട്. മറ്റത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് തിരുവനന്തപുരത്തെ പ്ലീനത്തിലോ മറ്റോ ആണ് ഈ പാർട്ടി പരിപാടിയിൽ കാതലായ മാറ്റം വരുത്തിയിരുന്നു. അതായത് മറ്റേ ജനാധിപത്യ വിപ്ലവം സംഘടിപ്പിക്കുക എന്നുള്ളതാണ് പാർട്ടിയുടെ ലക്ഷ്യമായിട്ട് വെച്ചിരുന്നത്. ആ വിപ്ലവം നടക്കില്ല എന്നുള്ള ബോധ്യം വന്നതിനെ തുടർന്ന് ആ ഭാഗം മാറ്റിയിട്ട് നമ്മൾ പാർലമെൻ്ററി രാഷ്ട്രീയ പ്രവർത്തനം ആണ് നടത്തുക എന്നുള്ള രീതിയിൽ പാർട്ടി പരിപാടി മാറ്റിയിട്ടുണ്ട്. കാരണം വിപ്ലവം എന്നുള്ളത് ഇപ്പോൾ പാർട്ടി പരിപാടിയിൽ ഇല്ല. ജനാധിപത്യ വിപ്ലവം നടപ്പാക്കുക, ജനകീയ ജനാധിപത്യ വിപ്ലവം. മറ്റേ CPI-യുടെ ദേശീയ ജനാധിപത്യ വിപ്ലവവും CPM-ന്റെ ജനകീയ ജനാധിപത്യ വിപ്ലവം. ജനകീയ ജനാധിപത്യ വിപ്ലവം എന്ന് പറഞ്ഞ ഭാഗം ഡിലീറ്റ് ചെയ്ത പാർട്ടിയാണത്. ഡിലീറ്റ് ചെയ്തോ? പാർട്ടി പരിപാടിയിലെ ലക്ഷ്യം കാരണം ഇനി വിപ്ലവം നടപ്പാക്കുക എന്നുള്ളതല്ല. നമ്മൾ ഇങ്ങനെ പാർലമെന്ററി പാർട്ടി പരിപാടി ഭേദഗതി ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു. പക്ഷെ ആ ഭാഗം ഭേദഗതി ചെയ്തതായിട്ടാണ് എൻ്റെ ഓർമ്മ, പ്ലീനത്തിൽ വെച്ചിട്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇനി വിപ്ലവം സാധ്യമല്ല. ഇന്ത്യൻ സാഹചര്യങ്ങളിൽ പണ്ടത്തെ പോലെ വാരിക്കുന്തവും തോക്കുമായിട്ട് പോയിട്ടൊന്നും വിപ്ലവം നടക്കില്ല. പിന്നെ സഹായിക്കാനായിട്ട് ഈ സോവിയറ്റ് യൂണിയനോ അങ്ങനത്തെ പോയല്ലോ. പിന്നെ മറ്റേവരാണെങ്കിൽ മാവോവാദികളുടെ കൂടെയാണ് ചൈനക്കാര്, ചൈനീസ് പാർട്ടിയൊക്കെ. ഇവരുടെ പാർട്ടി കോൺഗ്രസിന് വിളിക്കുമ്പോൾ ചിലപ്പോൾ അവർ ഇന്ത്യ കാണാനോ ഒക്കെ ആരെങ്കിലും ഒക്കെ വിടുന്നുണ്ടാവും. കാരണം അവിടെ പാർട്ടിക്ക് ആവശ്യമില്ലാത്ത ഒരാളെ നീ ഇന്ത്യ കാണാൻ പോകുന്ന പറഞ്ഞിട്ട് വിടുന്നൊക്കെ ഉണ്ടാവുന്നല്ലാതെ പാർട്ടി പരിപാടിയിൽ ഇപ്പോൾ വിപ്ലവം ഇല്ല. അതാണ്. പിന്നെ എന്തിനാണ് ഈ വിപ്ലവകാരികൾ എന്ന് അവിടെ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. പ്രൊഫഷണൽ വേറെന്തെങ്കിലും വെക്കാം. മനോരമ ഇങ്ങനെ തന്നെ വാർത്ത കൊടുത്തത് പ്രൊഫഷണൽ വിപ്ലവകാരികളെ CPM നിയോഗിക്കുന്നു. അതായത് അവിടെ നടന്ന ചർച്ചകളെ പറ്റി ഈ പ്രിന്റ് എന്ന് പറഞ്ഞൊരു മറ്റേ ഓൺലൈൻ ഉണ്ടല്ലോ, അതിൻ്റെ അകത്ത് ഒരു തമിഴ് ലേഖകൻ മധുരയിൽ നിന്ന് കുറേ കാര്യങ്ങൾ എഴുതിയിരുന്നു. അവിടെ ആ ചർച്ചയുണ്ടായി, ഈ ചർച്ചയുണ്ടായി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അവിടെ പ്രധാനമായിട്ടും നടന്ന ചർച്ചയുടെ ഒരു സത്തയായിട്ട് എനിക്ക് തോന്നിയത് ബംഗാളിലും ത്രിപുരയിലും സംഭവിച്ചതുപോലെ ഇവിടെയും കൂടി അസ്തമിക്കാൻ പോകുന്നു. അത് നമ്മളെങ്ങനെയെങ്കിലും തടയണം. എനിക്ക് മറ്റൊന്നുകൂടെ തോന്നി. ഇപ്പോൾ ത്രിപുര CPM എത്രയോ പതിറ്റാണ്ടുകൾ ഭരിച്ചു. ബംഗാളും അത് തന്നെയാണ്. ത്രിപുരയിലെ കുറിച്ച് പറയുന്നത് ഞാൻ വായിച്ചിട്ടുണ്ട്, ഞാൻ പേരൊക്കെ മറന്നു. RSSൻ്റെ ഏതോ ഒരു പ്രചാരകൻ ത്രിപുരയിലെ ചുമതല ഏറ്റെടുക്കുന്നു. അതിനുശേഷം ഗ്രൗണ്ട് ലെവലിൽ സമർപ്പിത
സമർപ്പിത മനോഭാവത്തോടുകൂടി രാമാധവൊക്കെ പോയിരുന്നു. അങ്ങനെ അവർ നിരന്തരം പ്രവർത്തിച്ചിട്ടാണ് ത്രിപുരയിലെ CPM എന്ന് പറഞ്ഞ ഈ വടപക്ഷത്തെ മറിച്ചിട്ടത്. അപ്പോൾ അതൊരു റോൾ മോഡലാക്കിക്കൊണ്ട് ജനങ്ങൾക്കിടയിലേക്ക് ഇങ്ങനെ പ്രചാരകന്മാരായിട്ട് വരുന്ന RSSകാർ അവർ എടുക്കുന്നൊരു പണിയുണ്ടല്ലോ. അവർ കുടുംബം പോലും ഇല്ലാത്ത ആളുകളാണ്. അവരിങ്ങനെ എടുക്കുന്ന ആ ശ്രമം ബംഗാളിലും ത്രിപുരയിലും വിജയം കണ്ടു. ഇപ്പോൾ സമീപകാലത്ത് ഹരിയാനയിലെയും മഹാരാഷ്ട്രയിലെയും വിജയത്തിൻ്റെ മുന്നിൽ പോലും RSSൻ്റെ ഈ പ്രചാരകന്മാരുടെ ഈ പങ്കുണ്ടെന്ന് പരക്കെ അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഒരു പക്ഷേ CPM ബംഗാളും ത്രിപുരയും നൽകിയ പാഠങ്ങളിൽ നിന്ന് പഠിച്ച് ഉൾക്കൊണ്ട് ആ ശൈലി പുനരാവിഷ്കരിക്കാൻ ശ്രമിക്കുന്നതായിരിക്കുമോ? ആ ശൈലി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഈ ഇടതുപക്ഷത്തിന്റെ കൂടെ നടന്നിട്ടാണ് അദ്ദേഹം പ്രോ വൈസ് ചാൻസലറും ഒക്കെ ആയത് ജയപ്രഭാഷ് മനോരമയിൽ ഒരു ലേഖനം എഴുതിയിരുന്നല്ലോ. ഈ ബംഗാളും മറ്റേ ത്രിപുരയുടെയും അവിടെ നടന്ന സംഭവത്തിൻ്റെ ഒരു കൊച്ചു പതിപ്പാണ് ഇപ്പൊ കേരളത്തിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ ഭരണം നടത്തുന്നവരുണ്ടല്ലോ, ഈ സമര പാർട്ടി എന്നുള്ളതിൽ നിന്ന് ഇത് അധികാര പാർട്ടിയായിട്ട് മാറിയിരിക്കുന്നു എന്നാണ് അതിൻ്റെ ലേഖനത്തിൻ്റെ സത്ത. അപ്പോൾ അണികളിൽ നിന്ന് ഈ ഭരണീയരുണ്ടല്ലോ, അധികാരം കൈയാളുന്ന സഖാക്കൾ, അതായത് പ്രമാണി വർഗം രൂപപ്പെട്ടിട്ടുണ്ട് പാർട്ടിയുടെ അകത്ത്. ആ പ്രമാണി വർഗം എന്ന് പറയുന്നത് പഴയ ജന്മിമാരെ പോലെ തന്നെയാണ്. ഇവരെ ആരെയാണോ എതിർത്തെന്ന് എന്ന് പറഞ്ഞാൽ അതായത് പ്രമാണി സഖാക്കളുടെ സ്വപ്നം ഒരു ബൂർഷ്വ ആവുക എന്നുള്ളതായിരുന്നു. അവർ ബൂർഷ്വകളായി മാറിക്കഴിഞ്ഞു. അപ്പോൾ ഈ അണികളുമായിട്ട് വലിയ അകൽച്ച വന്നിട്ടുണ്ട്. അങ്ങനെയാണ് സിംഗൂരും നന്ദിഗ്രാമും ഉണ്ടായതെന്ന് പ്രഭാഷ് പറയുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർ കോർപ്പറേറ്റ് വൽക്കരിക്കപ്പെട്ടു, ഇവരുടെ ചിന്തകളുമൊക്കെ എങ്ങനെയായിപ്പോയി. അപ്പോൾ ആ ബൂർഷ്വവൽക്കരണം എന്ന് പറഞ്ഞ സംഭവം പാർട്ടിയിൽ ഉണ്ടായിക്കഴിഞ്ഞു. ഈ അകൽച്ച കേരളത്തിൽ അതിൻ്റെ കൊച്ചു പതിപ്പ് ഉണ്ടായി. അപ്പം മൂന്നാമത്തെ ഊഴം അവിടെ വെച്ച് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ MA ബേബിയും ഞാനും അതുകൊണ്ട് ഈ പാർട്ടിക്ക് മൂന്നാം ഊഴം കിട്ടണമെന്ന് പ്രാർത്ഥിക്കുന്നു. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ആ മൂന്നാം ഊഴത്തോടു കൂടി കൊച്ചു പതിപ്പ് എന്നുള്ളത് പൂർണ്ണ പതിപ്പാവും ബംഗാളിൻ്റെയും ത്രിപുരയുടെയും. ഈ അവസ്ഥയിൽ പാർട്ടി നിൽക്കുമ്പോൾ ഈ പ്രൊഫഷണൽ വിപ്ലവക, അതായത് ഇപ്പോഴത്തെ ഏരിയ സെക്രട്ടറി, ലോക്കൽ സെക്രട്ടറി ഇല്ലേ, ഇങ്ങനത്തെ ആളുകളൊക്കെ പാർട്ടിയുടെ പൂർണ്ണ ചുമതലയുള്ള ആളുകളാണ്. അവർക്ക് ശമ്പളം കൊടുക്കുന്നുണ്ട്. ശമ്പളം കൊടുക്കുന്നതിന് മുമ്പേ ഈ പാർട്ടി പക്ഷെ ചെറിയ തുകയുള്ളൂ, ചെറിയ തുകയാണെന്നുള്ളതിൽ വേറെ കാര്യങ്ങൾ നമ്മൾ ചിലപ്പോൾ കൂട്ടി ചേർക്കേണ്ടി വരും. ജീവിക്കാനായിട്ട് വേറെ കാര്യങ്ങൾ അതുകൊണ്ടാണ് അവർ ചെയ്യുന്നത് പറയേണ്ടി വരും. ലോക്കൽ സെക്രട്ടറിക്ക് 5000 രൂപയോ ഏരിയ സെക്രട്ടറിക്ക് അങ്ങനെ, ലോക്കൽ സെക്രട്ടറിയാണ് ഏരിയ സെക്രട്ടറി 5000 രൂപ അങ്ങനെ മറ്റേ ഉള്ളൂ. അത്രയൊക്കെ. അതുകൊണ്ടൊന്നും ഒരു കുടുംബം എല്ലാവർക്കും കുടുംബമൊക്കെ ഉണ്ട്. ഈ RSSന്റെ പ്രചാരകർ എന്ന് പറഞ്ഞാൽ ഒരു കല്യാണമൊന്നും കഴിച്ചിട്ടില്ല. അവിടെയാണ് വ്യത്യാസം. ആ പ്രചാരകന്മാര് സ്വാഹ അതാണ്. അവർക്ക് 5 പൈസ അവർക്ക് കിട്ടും. അവർക്കൊരു സഞ്ചിയും 2 ജോഡി ഡ്രസ്സും ഉണ്ടെങ്കിൽ അവർ എവിടെ പോകണമെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോകും. അതെ, അങ്ങനെയായിരുന്നു ഇവിടെ. മുമ്പ് നിലമ്പൂർ കോവിലത്തെ ഭരതൻ എന്ന് പറഞ്ഞ ആള് വലിയ പഴയകാല സ്വയം സേവകനാണ്. അദ്ദേഹം പല സ്ഥലത്തും ഇത് വളർത്താൻ പോയപ്പോൾ ഈ റെയിൽവേ സ്റ്റേഷനുകളിൽ തീവണ്ടികൾ പിടിച്ചിട്ടിട്ടുണ്ടാവില്ലേ ഓടാതെ, ആ കമ്പാർട്ട്മെന്റുകളിലൊക്കെയാണ് കിടന്നുറങ്ങിയിരുന്നൊക്കെ. അങ്ങനെ നിലമ്പൂർ കോവിലത്തെ ആളാണ്. അതെ. അപ്പോ അത്തരം ആളുകളൊക്കെ ആണ്. അത് അവരുടെ സമർപ്പണം എന്ന് പറയുന്നത് ആവേശമാണ്. അങ്ങനെ ആവേശമുള്ള സഖാക്കള് ഭയങ്കരമായിട്ട് ഈ പാർട്ടിയുടെ അകത്ത് ഉണ്ടായിരുന്നൊക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അല്ല, ഇപ്പോഴും ഉണ്ട്. ഈ പാർട്ടി ഇപ്പം കാണിക്കുന്ന പല കാര്യങ്ങളും യോജിക്കാതെ, ഇതൊന്നും അല്ല കമ്മ്യൂണിസം എന്ന് പറഞ്ഞിട്ട് മറ്റൊരു ഓപ്ഷൻ ഇല്ലല്ലോ എന്ന് കരുതി ഇപ്പോഴും ഈ കൊടിയുടെ താഴെ നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്. അതെ, അതിൽ ദുഃഖമുള്ള ധാരാളം ആളുകൾ ഇതിങ്ങനെ ആയിപ്പോയതില്. പക്ഷെ അങ്ങനെ ആയിപ്പോയി പോയിരിക്കുന്ന നേതാക്കൾക്ക് മാറ്റം ഉണ്ടാവും എന്ന് മധുരയിൽ തീരുമാനിച്ചിട്ടില്ല. ഈ തീരുമാനിച്ചിരിക്കുന്നത് പ്രൊഫഷണൽ വിപ്ലവകാരികൾ ഞങ്ങൾ കൊണ്ടുവരാൻ പോകുന്നു എന്നാണല്ലോ. എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് കൂടുതൽ വിദ്യാസമ്പന്നരായ ആളുകളെ എന്നാണോ, പ്രൊഫഷണലുകളെ എന്നാണോ, അല്ലെങ്കിൽ ഈ സൈബർ ആക്രമണം നടത്താൻ പറ്റുന്ന സഖാക്കളെ ആണോ? അങ്ങനെയൊക്കെയാണെങ്കിൽ അവരുടെ എണ്ണം പരിമിതമായിരിക്കും. അവർക്ക് കൂടുതൽ ശമ്പളം കൊടുക്കേണ്ടി വരും എന്ന് മാത്രമല്ല, അവർക്ക് സാധാരണ ഈ സമർപ്പിത സഖാക്കൾ ഇപ്പോഴും ഉണ്ട്. ശരിയാണ്, തീർച്ചയായിട്ടും ഉണ്ട്. തീർച്ചയായും പാർട്ടിക്ക് വേണ്ടി എന്ത് ചെയ്യാനും മടിയില്ലാത്ത ആളുകൾ. ആ ആളുകളാണ് P. ജയരാജനെയൊക്കെ സ്നേഹിക്കുന്നത്. അതാണ് പ്രശ്നം.
ആ ജയരാജന് പാർട്ടിക്ക് വേണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ആ സഖാക്കൾക്ക് കുറേയും കൂടി അകൽച്ച ഉണ്ടാക്കാൻ മാത്രമേ ഇങ്ങനൊരു മാറ്റം, അതായത് അവരുടെയൊക്കെ ഈ ഇടയ്ക്ക് നിൽക്കുന്ന കുറേ ആളുകളെ സൃഷ്ടിക്കാൻ മാത്രമേ പറ്റുള്ളൂ. മാത്രമല്ല ഈ വരാൻ പോകുന്ന ആളുകൾക്ക് ഈ പറഞ്ഞ ആവേശമൊന്നും ഉണ്ടാവുകയില്ല. അതൊരു ജോലിയായിട്ടേ അവർ കരുതുള്ളൂ. കാരണം ഈ ശമ്പളം കൊടുക്കുന്ന പരിപാടിയൊക്കെ ജോലിയായിട്ട് കരുതാനും, ഇത് ഈ 24 hour പരിപാടിയാണല്ലോ പാർട്ടി പ്രവർത്തനം എന്ന് പറയുന്നത്. അങ്ങനെ അവർ അത്യാവശ്യം കുടുംബവും ഒക്കെ ഉള്ള ആളുകളായിരിക്കും ശമ്പളം കൊടുക്കുന്നത്. മുഴുവൻ സമയം പാർട്ടിയായിട്ട് നടക്കുമ്പോൾ ആ കുടുംബം പോറ്റാനുള്ള വകയുണ്ടായേ പറ്റുള്ളൂ. മര്യാദയ്ക്ക് ശമ്പളം കൊടുക്കണ്ടേ? 30,000 40,000 ഒക്കെ കൊടുക്കണ്ടേ അവർക്ക്? ആ ഒരു അവസ്ഥയിലേക്ക് പാർട്ടി പോയി കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ആളുകൾ പണിയൊന്നും നടത്തുന്നില്ല. സഖാക്കൾ വേറെ ഈ ക്വാറി മുതലാളിമാരുമായിട്ടുള്ള ചങ്ങാത്തം ഇല്ലേ, അങ്ങനത്തെ പരിപാടികളൊക്കെ ആയിട്ട്, പിന്നെ റിയൽ എസ്റ്റേറ്റ് കച്ചവടം, ഈ 5,000 രൂപ പോരാത്തത് കൊണ്ട് ചെയ്യുന്ന പരിപാടികളുണ്ടല്ലോ, പണമിടപാട് പരിപാടികൾ, ഇതിലൊക്കെ, അല്ലെങ്കിൽ മയക്കുമരുന്ന് കച്ചവടം. ഇപ്പോഴത്തെ ഇതൊക്കെ പ്രഭാഷ ഈ കാര്യങ്ങളൊക്കെ ആ ലേഖനത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നവർക്ക് പകരം മാസം നല്ല ശമ്പളം കൊടുത്തിട്ട് വേറൊരു വർഗത്തെ സൃഷ്ടിക്കുകയാണത്. അത് ഈ മാർക്സിസത്തിലെ വർഗ കാഴ്ചപ്പാടിന് വിരുദ്ധമാണ്. അതാണ് നമ്മൾ പ്രത്യയശാസ്ത്രം പറഞ്ഞാൽ സംഭവിക്കുന്നത്. ഏതായാലും പാർട്ടി ഇങ്ങനൊരു കാര്യം പറഞ്ഞതായിട്ട് മനോരമ പറയുന്നു. അതെങ്ങനെ വരുന്നു നമുക്ക് കാണാം. എന്തായാലും പ്രൊഫഷണൽ വിപ്ലവകാരികളെ നമുക്ക് കാണാനും തൊട്ടു നോക്കാനുള്ള അവസരം വരികയാണ്. എന്തായാലും അതുകൊണ്ട് 3-ാം ഊഴം ഉണ്ടാകുമോ എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ 3-ാം ഊഴം വരണം എന്ന ആഗ്രഹമുള്ള ഒരാളാണ് ഞാൻ. പക്ഷെ അത് സതുദ്ദേശത്തോടു കൂടി അല്ല ഞാൻ പറയുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.